India. Oh, India. One of the famous aesthetically pleasing honey farm in Phuket. ഇവിടെ എല്ലാം ഹണി ബീ തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ ഹണി ബേസ്ഡ് ആണ് തീം. നമ്മൾ ആക്ച്വലി നമ്മുടെ പ്ലാനിൻ്റെ അകത്ത് നമ്മുടെ ഐറ്റ്നറിൻ്റെ അകത്ത് ഹണി ഫാം ഇല്ല. നമ്മുടെ ഡ്രൈവറാണ് നമ്മളെ കൂട്ടിയിട്ട് വന്നത്. പക്ഷെ സെറ്റപ്പ് നല്ല രസമുണ്ട് കാണാൻ. ഓ ഇവിടെ ആക്ച്വലി ഉണ്ടല്ലേ, നമ്മൾ വിചാരിച്ച് വെറുതെ ആണ്. ഹായ്. This one is a Thailand bee, you see? But this one is a hybrid species. We breed it between Thai and European honeybee. Okay. Queen is somewhere inside. Sometimes unplanned things turns out great എന്നതിൻ്റെ ഒരു കറക്റ്റ് എക്സാമ്പിൾ ആയിരുന്നു നമ്മുടെ ഈ ഒരു വിസിറ്റ്. കാരണം നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമുക്കൊരു ഹണി ഫാമും കൂടി കവർ ചെയ്യാൻ പറ്റുന്നുള്ളത്. ആൻഡ് ദ എക്സ്പീരിയൻസ് ഇറ്റ് ഓഫേർഡ് വാസ് റിയലി ഗ്രേറ്റ്. Yeah, make it from same bee, but different flower. Make different benefits and different disease. ഹണി ഹാൻഡ് ക്രീം. Yes. ഹണി ഹാൻഡ് ക്രീം ഫോർ ലേഡീസ്. പക്ഷെ ഇത് ഹണീനെ പോലെ സ്മെല് ചെയ്യുന്നില്ല, നല്ലൊരു പെർഫ്യൂമാണ്. ഇതാണ് നമ്മൾ ഹണീൻ്റെ എന്താ പറയണ്ടേ, ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ജസ്റ്റ് ഇവർ ഫാമാണ് ആക്ച്വലി. പക്ഷേ നോർമലി നമ്മളൊരു സ്റ്റോറും ഉണ്ട് ഇവിടെ. ഹണീൻ്റെ അല്ല സ്റ്റോർ, ഹണീൻ്റെ കൊണ്ടുള്ള പെർഫ്യൂം അടക്കമുണ്ട്. ഇത് നമ്മളെ പ്ലാനിലില്ലാത്ത സ്ഥലമായിരുന്നു. പക്ഷേ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയി തോന്നിയത്, നമ്മളിപ്പോൾ നാട്ടിലാണെങ്കിൽ തേൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തേനിൻ്റെ രൂപത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതായത് തേന് കുടിക്കാം, അല്ലെ തേനിനെ കൊണ്ട് അങ്ങനെ പല രീതിയിലുള്ള ഫുഡ് ഐറ്റംസിലെല്ലാം ആഡ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഇവിടെ തേനിനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ എന്തെല്ലാം പെർഫ്യൂം, ചോക്ലേറ്റ്സ്. നമ്മൾ എന്നിട്ടൊരു ക്യാൻഡി വാങ്ങി. അതായത് കാരണം ഒരു പ്രൊഡക്റ്റിന് എത്രത്തോളം അതിനകത്ത് എക്സ്പാൻഡ് ചെയ്യാന്നുള്ളതിന് ക്ലിയർ എക്സ്പ്ലനേഷനാണ് ഇവിടുന്ന് കാണാൻ പറ്റിയത്. റോഡിൻ്റെ എല്ലാം ഇവിടുത്തെയുള്ള ആ ക്വാളിറ്റി അത് ഭയങ്കരമാണ്. ഇപ്പം നമ്മൾ 1-2 ഷോർട്ട് ആയിട്ടുള്ള റോഡുകളിലൂടെ പോകുന്നുണ്ടെങ്കിലും അങ്ങനെ കുണ്ടും കുഴിയൊന്നും കാണുന്നുണ്ടായിട്ടില്ല. പിന്നെ ബാക്കിയെല്ലാം ഒരു നീറ്റ് ഉണ്ട് അത്യാവശ്യം റോഡിലെല്ലാം പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാലും. ഐലൻഡാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കാൻ മടിയായിരിക്കും. കണ്ണൂർ നമ്മൾ ആലക്കോട് ഭാഗത്തേക്കെല്ലാം പോകുന്ന ആ ഒരു വൈബ് തന്നെയാണ് തോന്നുന്നത്. നല്ല പച്ചപ്പും നമ്മളെ നാട്ടിൻ പുറമെല്ലാം പോലെ തോന്നുന്നത്. സോ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടായ കറോങ് വ്യൂ പോയിന്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പരിപാടി, എങ്ങനെയാണ്, ട്രക്കിംഗ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് പോയി നോക്കാം. അവിടെ ഒരാൾ മറ്റേ ഈഗിളല്ലേ ആ സാധനം, വ്യൂ പോയിന്റ് തന്നെയാ കേട്ടോ. ഇത് ഇങ്ങനെ ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ കാണാനേ ഉള്ളൂ. അത് തന്നെ, അതല്ലേ വ്യൂ പോയിന്റ്. ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. ഇത് വേണ്ടല്ലോ, ഇതെടുത്ത് ഇതിനെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. വേണ്ട അത് കൊത്തു. അത് നോക്കുന്നുണ്ട് കേട്ടോ. അതിലെന്തല്ലോ കഥ പറയാ. ഇത് കിടിലം വ്യൂ ആണല്ലോ, ഇത് കാണണ്ട വ്യൂ. ഫ്ലൈറ്റിന്ന് കണ്ട വ്യൂ. അത് പൊളിയാ. ഡ്രോൺ സോൺ. ഇത് പൊളി. ഇവിടെ എല്ലാം നീല വെള്ളാണല്ലേ. ഇവിടുത്തെ വ്യൂ കിടിലം. കിടന്ന് ഇത് താഴെ കൊണ്ടുണ്ട് എടുക്കണ്ടെങ്കിൽ വൻ പണിയാണ്. അനകരെടുക്കുന്ന കുറേ വട്ടം ഫോൺ വീഴുന്നതുമാണ്. അവിടെ ആക്ച്വലി ഡിഫറെൻറ്റ് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അത് ഓരോ പോയിന്റിൽ നിൽക്കുമ്പോൾ ആ സെയിം വ്യൂവിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ആംഗിളിലുള്ള വ്യൂ ആണ് കാണുന്നത്. അപ്പോൾ ഓരോ ആംഗിളിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായ ഭംഗിയുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി നിന്ന് നമ്മൾ അവിടെ നിന്ന് ചെറിയ ക്യൂട്ടായിട്ടുള്ള കപ്പിൾ വീഡിയോസും സോളോ വീഡിയോസൊക്കെ എടുത്ത് അന്നത്തെ ഡേ അങ്ങനെ കഴിഞ്ഞു പോയി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഫുക്കറ്റിലെ നൈറ്റ് ലൈഫ് കാണാം.